ഈ സാധാരണ ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ആണ് ഒരു മനുഷ്യൻ്റെ ഈ അസൽ ഗുണം പുറത്തു വരുന്നത് എന്ന് പറയാറുണ്ട്. സമ്പന്നനാവുമ്പോഴും ദരിദ്രനാവുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് വരുമ്പോഴും ദാരിദ്ര്യം വരുമ്പോഴുമാണ് ഓരോ മനുഷ്യൻ്റെയും തനത് ഭാവങ്ങൾ പുറത്തു വരിക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഞാനിത് പറയാൻ കാരണം വ്യക്തിയെക്കുറിച്ച് പറയാനല്ല. ഇപ്പോൾ പഞ്ചായത്തുകളിൽ ചിലർ ജയിച്ചു, ചിലർ പരാജയപ്പെട്ടു. അങ്ങനെ ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളുടെ തുടർ വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലരുടെ കോപ്രായങ്ങൾ, മറ്റ് ചിലരുടെ വാളെടുത്തുള്ള പ്രയോഗങ്ങൾ, മറ്റ് ചിലരുടെ പ്രസംഗങ്ങൾ, അങ്ങനെ അടക്കമുള്ളവ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വിളയൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ശുദ്ധികലശം നടത്തി പുണ്യാഹ്ളം തളിച്ചു, അവിടെ ഒരു ദളിത് പ്രസിഡൻ്റായിരുന്നു, അവർ പോകുന്നതിന് ലീഗ് കാണിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു. സ്വാഭാവികമായും ഈ പ്രവൃത്തിയെ കടന്നാക്രമിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി ഇന്നെല്ലാ അർത്ഥത്തിലും വളരെ ശ്രദ്ധാപൂർവം ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ നേതാക്കൾ എന്ത് പറയുന്നു, അവരെന്ത് കാണിക്കുന്നു, അവരാക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവർ പലതും പറയുന്നു. ഈ അടുത്ത സമയത്ത് PMA സലാമിൻ്റെയൊക്കെ ഒരു പ്രയോഗം വളരെ പെട്ടെന്നങ്ങ് വളരെ വൈറലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ എപ്പോഴും വിശദീകരിക്കുകയും ഉള്ളു തുറന്ന് കാണിച്ചു കൊടുക്കുകയും ചങ്ക് കീറി കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗാണ്. കേരള കോൺഗ്രസ്സുകൾക്കോ മറ്റേതെങ്കിലും പാർട്ടിക്കോ ഈവൻ BJPക്ക് പോലും അത്രയും ഒരു നിർബന്ധമില്ല. കാരണം അത്രമേൽ എല്ലാവരും കൂടി സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ഒക്കെ ഇങ്ങനെ ചുംബിച്ച് വീർപ്പ് മുട്ടിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ വിളയൂരിൽ നിന്നുള്ള വാർത്ത കേട്ടത്. സത്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അത് പിൻവലിക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ തിരുത്തേണ്ടി വന്നേനെ. എന്താണ് പാലക്കാട് വിളയൂരിൽ നടന്നത്? അവിടെ 20-25 കാലഘട്ടത്തിലെ ഭരണസമിതി എന്ന് പറയുന്നത് വനിതാ സംവരണമായിരുന്നു. ഈ വനിതാ സംവരണത്തിൻ്റെ ഭാഗമായി LDFൻ്റെ വളരെ കരുത്തുറ്റ നേതാവായ ബേബി ഗിരിജ എന്നോ മറ്റോ പറയുന്ന ഒരു SC വനിതാ സഹോദരിയാണ് അവർ ചുമതലപ്പെടുത്തിയത് പ്രസിഡൻ്റായി. വനിതാ സംവരണത്തിൽ SC ആയിട്ടുള്ള ഒരു സഹോദരിയെ തന്നെ ചുമതലപ്പെടുത്തി. അവർ 5 കൊല്ലം ഭരിച്ചു. 5 കൊല്ലം മാത്രമല്ല, 50 കൊല്ലം തുടർച്ചയായി LDF ഭരണത്തിലായിരുന്നു ഈ വിളയൂർ പഞ്ചായത്ത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിളയൂർ പഞ്ചായത്തിൽ അട്ടിമറി നടന്നു. 17 സീറ്റുകളിൽ 14 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിൻ്റെ ആഘോഷ പ്രകടനത്തിൻ്റെ ദൃശ്യത്തെയാണ് ശുദ്ധികലശം നടത്തുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഡോക്ടർ TN ശ്യാംകുമാർ അടക്കമുള്ളവർ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോഴും അയിത്ത വിരോധം മാറിയില്ലേ എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് അങ്ങനെ അയിത്താചരണത്തിൻ്റെ ഒരു സംഗതി കാണുക എന്ന് പറയുന്നത് ഒട്ടും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ തിരക്കിപ്പോൾ എന്താ വാസ്തവം? അവിടെ നേരത്തെ ഒരു ജനറൽ വനിതാ സംവരണത്തിൽ ഒരു ദളിത് സ്ത്രീയാണ് പ്രസിഡൻ്റ് ആയതെങ്കിൽ ഈ 2020-25, 25-30 കാലഘട്ടത്തിൽ അവിടെ പുതിയതായി ആ സീറ്റ് കൊടുത്തിരിക്കുന്നത് SC ജനറലാണ്. എന്ന് വെച്ചാൽ അടുത്ത പ്രസിഡൻറ്റ് SC ജനറലാണ്. UDFലെ നീലടി സുധാകരൻ എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇവിടെ പ്രസിഡൻ്റായി നിയുക്ത പ്രസിഡൻ്റായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്, നീലടി സുധാകരൻ. അപ്പം നേരത്തെ വനിതാ സംവരണമായിരുന്നതിൽ ഒരു SC പ്രസിഡൻറ്റ്, വനിതാ പ്രസിഡൻറ്റ് വന്നു എന്നേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് SC സംവരണം ജനറൽ, വനിതയല്ല, ജനറലിൽ നീലടി സുധാകരനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പുണ്യാഹളം ധരിച്ചു എന്ന് പറയുന്നതിൽ, ശുദ്ധികലശം നടത്തി എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡൻറ്റ് മാറി, ഇനി ഒറിജിനൽ ഭരണഘടനാ പ്രകാരം ഒരു SC ജനറൽ വരാൻ പോവുക. അപ്പോൾ അവിടെ ആഘോഷത്തിൻ്റെ ഭാഗമായി വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് അവർ കഴുകി വൃത്തിയാക്കി. ആ കഴുകി വൃത്തിയാക്കിയതിനെയാണ് ശുദ്ധികലശം എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ പട്ടികജാതിക്കാർ പോയി ഇനി പ്രമാണിമാരായ ആരെങ്കിലും മേനോന്മാരോ നമ്പൂതിരിമാരോ കോയാമാരോ അല്ലെങ്കിൽ കുഞ്ഞുമാരോ ഒന്നുമല്ല വരാൻ പോകുന്നത്. അവിടെ വരാൻ പോകുന്നത് SC ജനറൽ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണാകരമായ കാര്യമാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ലീഗിൻ്റെ വിജയികളായ പ്രവർത്തകർ ആലോചിക്കേണ്ടത്, വിജയം തന്ന ജനങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. ആ പ്രവൃത്തികളിൽ അതിരുവിടുന്നത് ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. അത് ചങ്ങരോത്തായാലും വിളയന്നൂരായാലും വിളയൂരായാലും എവിടെയായാലും
ഓരോ പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ഓരോ വിജയങ്ങളിൽ നിന്ന് ആളുകൾ കണക്ക് കൂട്ടുന്നതുമായ ചില സംഗതികളുണ്ട്. അതിനോട് ഒരു കോംപ്രമൈസും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ അപമാനിക്കുക, അപഹസിക്കുക, അത് രാഷ്ട്രീയ എതിരാളികളായാലും ശുദ്ധികലശം ഒന്നും അല്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ ലീഗിൻ്റെ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ചോദിക്കുന്നത് അങ്ങ് പാണക്കാടുള്ള പലതിലും സൗമ്യത പറയുന്ന, മിതത്വം പറയുന്ന തങ്ങൾ കുടുംബത്തിലെ സാധുക്കലി തങ്ങളോടോ അല്ലെങ്കിൽ ആ പരമ്പരയിൽ പെടുന്നവരോടോ ഒക്കെയാണ് എന്നതാണ് സത്യം. അവർക്ക് പലതും നിങ്ങളെപ്പോലെ വ്യാഖ്യാനിക്കാനും അംഗീകരിക്കാനും ആവില്ല. അത് മറക്കാതിരിക്കട്ടെ, ശ്രദ്ധിക്കുക.